അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഇവളൊരു മുട്ടേൻ്റെ വീഡിയോ ഇട്ട് നാട് വിട്ടോന്നല്ല, കുറച്ച് തിരക്കായിപ്പോയി. തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയണ്ടേ, ജോലീൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കൊന്നുമല്ല, കുറേ സുഖമില്ലാണ്ടായിപ്പോയി. പിന്നെ കുറച്ച് അങ്ങനെ ഇങ്ങനെയുള്ള തിരക്കുകളെല്ലാം ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല, ഇടാനും പറ്റിയിട്ടില്ല. പിന്നെ കുട്ടികൾക്കെല്ലാം പരീക്ഷേൻ്റെ തിരക്കാന്ന്, കുട്ടികൾ രണ്ടാളും ഇവിടെ ഉണ്ടാവില്ല. എനക്കാണെങ്കിൽ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് സന്ധ്യയാവും വരുമ്പോൾ, പിന്നെ ഒരു വീഡിയോ എടുക്കാനൊന്നുള്ള സമയം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മുട്ടേൻ്റെ വീഡിയോ തൽക്കാലം ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അത് ബാക്കി വരും. നമുക്ക് എല്ലാ കോഴികളും മുട്ടയിട്ട് തുടങ്ങിയില്ല, അപ്പോൾ മുട്ട ഇടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു ദിവസം. എനിക്ക് അയൺ സുക്രോസ് എടുക്കുന്നതിൻ്റെ ഒരു പിന്നെ പോസ്റ്റ്, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്ത്രീകൾക്കൊരു 35 വയസ്സിന് മേലെ ആകുമ്പോഴത്തേന് എല്ലാവർക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഘട്ടത്തിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്നെ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാനൊക്കെ തൈറോയിഡ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണ്. അതേപോലെ ഇപ്പോൾ HB കുറവായിട്ട്, പിന്നെ പൊന്നു നീ ആ ഡ്രമ്മ് നിറച്ചും വെള്ളത്തിലിറങ്ങുന്നേ. HB കുറവായിട്ട് ഞാൻ പിന്നെ അയൺ സുക്രോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടും എനിക്ക് വലിയൊരു മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഫെറിറ്റിൻ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അയണ് നേരിട്ട് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ശരീരം ഒട്ടാകെ വേദനയാണ്, നല്ല നടുവേദന, ഒരു വസ്തു ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നല്ല ക്ഷീണമുണ്ട്. ഭയങ്കര ക്ഷീണമാണ്. എപ്പോഴും ഇങ്ങനെ നമുക്ക് ഉറങ്ങണം തോന്നും. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിയിലെങ്കിലും പോകുമ്പോൾ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കും. പക്ഷേങ്കിൽ ഇതിപ്പോൾ എനിക്ക് പരിപാടിക്ക് പോകാൻ പോയിട്ട് എന്താ പറയണ്ടേ, ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ആകെ ഉറക്ക് തൂങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ഭയങ്കര ക്ഷീണം. ഏത് സമയത്ത് ഇങ്ങനെ കണ്ണടച്ച് കിടക്കാൻ തോന്നും. പിന്നെ ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഇവള് മടിയായിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത്രയ്ക്ക് ക്ഷീണമുണ്ട്, അതുപോലെ ശരീരവേദനയുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടർ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ എല്ലാ തിങ്കളാഴ്ചയാണ് ഞാൻ ഈ അയൺ സുക്രോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞേ, പിന്നെ വൈറ്റമിൻ D3 നോക്കണം, വൈറ്റമിൻ D ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ ടെസ്റ്റും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഇന്ന് പോയടുത്ത് എനിക്ക് വൈറ്റമിൻ D കുറവാണ്. അപ്പോൾ അത് കുറവായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അസ്ഥികൾക്കെല്ലാം വേദന എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് രാവിലെയും വൈകുന്നേരം ഉള്ള വെയിൽ കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ, മൊത്തം വെയിലും വിടാണ്ട് കൊള്ളുന്ന ആളാണ് ഞാൻ. രാവിലെ വൈകുന്നേരം മാത്രമൊന്നുമല്ല, ഫുള്ള് വെയിൽ. ഇപ്പോൾ പോകുന്ന സമയത്ത് ഗ്ലൗസെല്ലാം ഇട്ടിട്ടാണ് പോകുന്നത് വണ്ടിയിൽ, അത്രയും വെയിൽ കൊള്ളുന്ന ആളാണ്. പക്ഷേ ശരിക്കും അതിൻ്റെ അങ്ങനെയൊന്നുമല്ല. അവർ പറയുന്ന ആ ടൈമിലുള്ള വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ D കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇഞ്ചക്ഷനെല്ലാം എടുത്ത് വന്നതാണ് വീട്ടിൽ. അപ്പോൾ വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറിയിരുന്നു. അപ്പോൾ എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് പേരാവൂരാണ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ വീട്ടിൽ നിന്നൊരു സാധനം തന്നെനിക്ക്. എന്നാണെന്നറിയാം, ചക്ക. ഇത് അവർ ഇന്നലെ പറിച്ചിട്ട് വെച്ച ചക്കയാണ്. അവർ വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട്, ഫസ്റ്റ് കിട്ടിയ ചക്കയല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം മാറ്റി വെച്ചതാണ് അമ്മ. അപ്പോൾ അത് ഞാൻ ഇന്ന് പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഈ ചക്ക മുറിച്ചിടലാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 വാക്ക് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് നിന്നത്. എൻ്റെ വീഡിയോൻ്റെ പുറകിലേ കൂടി പുക കാണുന്നുണ്ടെങ്കിൽ, ഈ പുക ഞാൻ എഫക്റ്റ് ഇട്ടതല്ല, വീട്ടിൽ ശരിക്കിട്ട പുകയാണ്. അപ്പുറത്ത് റബ്ബർ തോട്ടാണ്. അപ്പോൾ ആ റബ്ബർ തോട്ടമായതുകൊണ്ട് തന്നെ പിന്നെ കൊതുകിൻ്റെ പൂരാണ്. പൂരം എന്ന് വെച്ചാൽ കൊതുക് ഇവിടുന്ന് പൂരം കഴിക്കുന്നതെന്നല്ല, കൊതുക് ഒരുപാടുണ്ട്. അപ്പോൾ ആ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ചക്ക മുറിച്ചിടാൻ ഇവിടെ ഇരുന്നെടുക്കിയത്. നമുക്ക് ചക്ക മുറിച്ചിടാൻ പറ്റൂല, അത്രയും കൊതുകുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അകത്ത് ഗുഡ് നൈറ്റ് കുത്തി വെക്കും, പക്ഷേ പുറത്ത് നമുക്ക് ഗുഡ് നൈറ്റ് കുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുകയിട്ടതാണ്, ചകിരി ഇട്ടിട്ട്. ചകിരിയല്ലേ,
നമ്മളെ ഭാഷയിൽ പറഞ്ഞ ചേരി ഇട്ടിട്ട് പുകയ്ക്കണം. അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത്. പിന്നെ ഞാനൊരു ലൈവ് വരണമെന്ന് കുറേ ആയി വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ലൈവ് എടുക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നില്ല. ശരിക്കും വെക്കേഷൻ ടൈമിലില്ലേ, സ്കൂള് പിന്നെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മാസം കുറേ സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല. അപ്പോൾ ആ സമയത്ത് കിട്ടുമെങ്കിൽ ഡ്രമ്മിലെറിഞ്ഞതാ ഒരുത്തനിടാ, ഒരു ഡ്രമ്മിനകത്ത് വെള്ളം നിറച്ചിട്ട് ഞാൻ ഡ്രമ്മ് തുള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് തുള്ളിയിട്ടുള്ള. അപ്പോൾ പിന്നെ ഓനെ കാണിക്കുന്ന ഓൻ പറയുന്നത്. തൽക്കാലം ഞാൻ ഇന്നെ കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞേ, വെക്കേഷൻ്റെ സമയത്ത് കുറേ സമയം കിട്ടുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്യാം. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുറേ ആശയങ്ങളെല്ലാം വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്കതിനെപ്പറ്റി കുറേ കാര്യങ്ങളെല്ലാം കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ എന്താ പറയുക, കണ്ടൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ വീണ് കിട്ടുന്ന ചില ഐഡിയകൾ അങ്ങനെ കിട്ടിയ കുറച്ച് കാര്യങ്ങളിലുണ്ട്. എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ എടുക്കാം. കാരണം ഇപ്പം എനിക്ക് പറ്റും തോന്നുന്നില്ല, അത്രയ്ക്ക് തിരക്കാന്ന്. ക്ലാസ് ഉണ്ട്, പിന്നെ ഈ മാസം കൂടിയല്ലേ സ്കൂളല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫ്രീ ആവും. അപ്പോൾ അതുകൊണ്ട് അന്നേരത്ത് ഡെയിലി വീഡിയോസ് എല്ലാം ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ മുഴുവനാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു മുട്ടേൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് യൂട്യൂബിലും നല്ല വ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നന്നായിട്ടത് ആൾക്കാർ കണ്ടു, അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദി. കാരണം ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ കോഴിക്ക് ഇല മുറിച്ചിട്ട് കൊടുക്കലുണ്ട്. അത് വീഡിയോയിൽ പറഞ്ഞല്ല, കമൻറ്റ് പറഞ്ഞ് ഓരോ ആൾക്കാർ എനിക്ക് കമൻ്റ് ഇട്ടത് ഇലയെല്ലാം കൊടുക്കണം എന്നാണ്. അപ്പം ഞാൻ അതെല്ലാം ഇപ്പം അരിഞ്ഞിട്ട് കൊടുക്കലുണ്ട്. അതുപോലെ പിന്നെ കുറേ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കോഴിക്ക് മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ചക്ക മുറിച്ചിട്ടെ, എന്നിട്ട് കാണാം. ചിലപ്പോൾ പിന്നെ നീ അതിന് വേണ്ടിയിട്ട് ഈ ഡ്രമ്മിൽ നിറച്ചും വെള്ളം അടിച്ച മുന്നു സകല ദിക്കിലും ഇപ്പോൾ വെള്ളം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നത്. നമുക്ക് വെള്ളം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇമാതിരി അഹംഭാവം ഒന്നും കാണിക്കണ്ട കേട്ടാ. വീഡിയോ എടുക്കുന്നുണ്ട് അച്ചടി ഭാഷയല്ലേ പറഞ്ഞു തുടങ്ങിയേ. അത് അച്ചടി ഭാഷയാ? പിന്നെന്താ, വല്ലപ്പ ഞാനിങ്ങനെയല്ലേ പറയലേ, വെള്ളം ഉണ്ടെന്നല്ല നിങ്ങള് സാധാരണ എന്നെ ചീത്ത പറയില്ലേ. കൊറേ നേരം വെള്ളത്തിന്ന് പനി ഞാൻ പറ്റുക എന്നല്ലേ പറയും. അങ്ങനെയല്ല, പനി വന്നാൽ ഇന്റെ അച്ഛൻ കൂട്ടിട്ട് പോവാന്ന്. അച്ഛനില്ല ഇവിടെ അടുക്കി വെച്ചിട്ട്. അതന്നെ. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, തൊടിയിലേളം തെന്നൽ ചന്ദന കിളി അടക്കം ചൊല്ലി. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, തൊടിയിലേളം തെന്നൽ ചന്ദന കിളിയടക്കം ചൊല്ലി. വെള്ളത്തിൽ കുത്തിയിട്ടില്ല, അതിന് മുമ്പ് ശ്വാസം കിട്ടുന്നില്ല. നീ അധികം പയ്യാരം കളിക്കാണ്ട് കീഞ്ഞി വന്നാട്ടെ. ഇത് ഞാനും പറഞ്ഞേ, ഇത് തന്നെയാ ഞാനും പറഞ്ഞേ. ഒന്നേ അധികം കളിപ്പ ചീത്ത അറിയില്ലേ ഇത് എന്ന്. അന്ന് പിന്നെ എപ്പോഴും തേനെ പൊന്നെ മുത്തേ പാലേ എന്നെല്ലാം വിളിച്ചാ വയ്യ. പൊന്നോന്നാ വിളിക്കുന്നു. പൊന്നോന്ന് വിളിക്കാനാ? പൊന്നോന്നല്ലേ വിളിക്കല്. അതുകൊണ്ട് മുത്തേ നാട്ടനല്ലേ വിളിക്കല്. അതുകൊണ്ട് അമ്മ ഇതെല്ലാം വിളിക്കല. അപ്പൊ നമ്മളെ ചക്ക ഇതാ ഇങ്ങനെ ഇരിഞ്ഞിടുക. ഈ നിങ്ങളെന്താ പറയാ, ഇപ്പം ഞാൻ ചെയ്യുന്നത് ചക്ക ഇരിഞ്ഞിടുക. അമ്മ ഞാനൊരു വളർന്ന് സോൾജറാന്ന്. അന്നേരം ഞങ്ങൾക്ക് വെള്ളത്തിൽ നിന്നെല്ലാം കുറെ കളിക്കേണ്ടി വരും. സോൾജർ വെള്ളത്തിലാവുന്ന് അന്ന് റീലിൽ കണ്ടിട്ടില്ലേ, 9 മീറ്റർ നീളമുള്ള പൈപ്പിന്റെ അകത്ത് കൂടെ വേണമെന്ന്. അതാരാ അങ്ങനെ പറഞ്ഞു? നിങ്ങൾ റീലിൽ കണ്ടിട്ടില്ലേ? ഇല്ല. കണ്ടില്ലല്ലോ. കണ്ടിട്ടില്ലല്ലോ. ഫേസ്ബുക്കിനും അതിനകത്തൊന്നും കണ്ടിട്ടില്ല. അന്നേരം ഇപ്പോഴേ പരിശീലിച്ചാലേ അന്നേരം ഒന്നും അല്ലാണ്ട് അവസ്ഥയാവും കേട്ടോ. ഇതാ
ചക്ക ഇരിഞ്ഞിട്ട് കഴിഞ്ഞ് കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അവർക്ക് ആദ്യം കിട്ടിയ സാധനമല്ലേ, അപ്പോൾ അവരത് അനക്കും കൂടി തന്നേ ഉള്ളൂ, അല്ലാണ്ട് ആടെ ഒരുപാട് ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചുള്ളതിൻ്റെ അകത്തുനിന്ന് അവരെനക്കും കൂടി തന്നു. എനക്ക് തരാണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലായാലും അങ്ങനെ തന്നെയല്ലേ അല്ലേ? കോഴിയെ മിണ്ടാണ്ടിക്ക്. നിങ്ങളെ വീട്ടിലായാലും അങ്ങനെ തന്നെയല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ മക്കളോ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അയ്യോ അവർക്കും കൂടി കൊടുക്കണം നിങ്ങൾ വിചാരിക്കൂലേ? അതേപോലെ ഒരു കഷ്ണം ചക്ക എനിക്കും കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ ചക്ക തിന്നോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചക്ക കിട്ടിയോ? നിങ്ങൾ ചക്ക തിന്നോ? ഈ വർഷത്തെ ചക്ക തിന്നോ, മാങ്ങ തിന്നോ എന്നല്ലോ ഒന്ന് പറയാട്ടാ. അപ്പം ഞാൻ ഈ ചക്ക മുറിച്ചിട്ടിട്ട് പുഴുങ്ങട്ടെ. കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആ മീനും കൂടി വെച്ചാൽ ചക്കയും മീനും. എന്ത് മീനാന്നും കൂടി പറ. മീനിൻ്റെ പേര് ഓലമീൻ. ഓലമീൻ, അങ്ങനെ ഒരു മീൻ നിങ്ങളെടുത്തുണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ പറയണേ. ഓലമീൻ ഒന്ന് മടല് മീനൊന്നും ഇടാത്ത ഭാഗ്യം. മട്ടല് എടുത്തുകൂടാ. ചിലപ്പോൾ അതിന് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും. ഓലമീൻ. ഓക്കെ, ചിക്കൻ പോലത്തെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി പിന്നെ ഒരു ദിവസം വരാം. ടാറ്റാ.